അമ്മുക്ക കാത്തോളണേ. ഹായ് കുഞ്ഞാപ്പു, കൃത്യസമയത്തന്നെ എത്തിയല്ലോ. ചന്ദ്ര, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മക്കൊക്കെ എന്ത് വിശേഷം. ഇരിക്കടി, ഈ പെണ്ണിന്റെ ഒരു നാണം. എന്തിനാ പേടിക്കുന്നത്? ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ അല്ലേ? അതാ കുട്ടിയുടെ ഏക പേടിയല്ലേ? എനിക്ക് പേടിയൊന്നുമില്ല. കുഞ്ഞാപ്പു, ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? പിന്നെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. കുഞ്ഞാപ്പും കുഞ്ഞാപ്പുവിന്റെ മാമ ബാബാഹാജിയും തമ്മിൽ യോജനയായി. ഇവന്റെ ഉമ്മ പറയുന്നത് ഇവൻ കെട്ടാൻ പോണ പെണ്ണിന്റെ ഐശ്വര്യം കൊണ്ടാണ്. ഇല്ലടാ, എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കേ. ചന്ദ്ര, ഒന്നിങ്ങ വന്നേ, എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ പരിചയപ്പെടണ്ടേ? പിന്നെ എല്ലാവരും വിളിച്ചു. അല്ല, നല്ല ചൂടുണ്ടല്ലേ? ഞാന് റസിയെ കണ്ട് കല്യാണത്തിന്റെ ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നാ. ഫാത്തിമ പറഞ്ഞു ഡ്രസ് എടുക്കുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യാനല്ലേ? അതെ. ഏതെങ്കിലും നല്ല കടയിൽ നിന്ന് വാങ്ങണം, കോഴിക്കോടുന്നോ തിരൂരിന്നോ ഒക്കെ. അതിലെന്ത് ഇത്ര ആലോചിക്കാനുള്ളത് കുഞ്ഞാപ്പുക്ക? അല്ല, അത് റസിയുടെ അഭിപ്രായം കൂടെ അറിഞ്ഞിട്ട്. എല്ലാ ആണുങ്ങളും ഇങ്ങനെയാ. കല്യാണത്തിന് മുമ്പും ആദ്യ നാളുകളിലൊക്കെ ഭാര്യയുടെ അഭിപ്രായം ചോദിക്കും, പിന്നെ ഒക്കെ കണക്കാം. ഞാൻ ആ ടൈപ്പ് അല്ല. അതെനിക്കറിയാം. ഫാത്തിമ എന്നോട് കുഞ്ഞാപ്പുക്കിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞിരിക്കണേ. പിന്നെ കുട്ടി, ഞാൻ കല്യാണ തീയതി ഫിക്സ് ചെയ്ത് ആ സുദിനം വരാൻ കാത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണല്ലോ. ആ സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ ഫ്രീ ആയിട്ടിരുന്ന് സംസാരിക്കുന്നത് അത്രയ്ക്ക് ശരിയാണോ? ഇത്തരം കാര്യങ്ങളിൽ ഞാനൊരു നാട്ടുമ്പുറത്തുകാരനാണേ. എന്റെ അറിവിൽ നാട്ടുമ്പുറത്തുകാരിയെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ജസ്റ്റ് എ മിനിറ്റ്, ഞാൻ ഫാത്തിമേനോടൊരു കാര്യം പറഞ്ഞോട്ടെ. ഫാത്തിമ, ഒന്നിങ്ങ് വന്നേ. ഇങ്ങ് വന്നേ. അത് എന്നെ അല്ലേ? ആ കുട്ടി എന്താ എന്നെ പറ്റി വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ ആ ടൈപ്പ് ഒന്നും അല്ല. ഓളെന്താ പറഞ്ഞേ? ഓളൊരുമാതിരി മോനെ വെച്ച വർത്താനോ നോട്ടോ. എന്റെ കുഞ്ഞാപ്പു അത്ര പാവായി പോയില്ലോ. കുഞ്ഞാപ്പു ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കും. ദേ, കല്യാണം കഴിഞ്ഞ ഈ മൂടൊന്നും കിട്ടില്ല കേട്ടോ. മോനെ കുഞ്ഞാപ്പു, കട്ട് തിന്നുന്നതിന്റെ രുചിയൊന്നും വേറെ തന്നെയാണേ. എന്താ കുട്ടി പറയുന്നത്? ഞാൻ നിങ്ങളെ കുറിച്ച് ഇങ്ങനൊന്നും അല്ല കേട്ടോ വിചാരിച്ചത്. സിറ്റിയിലും ഹോസ്റ്റലിലും ഒക്കെ പഠിച്ച പെൺകുട്ടികൾ ഇങ്ങനെ നടക്കാവോ? മോശം മോശം. ഇത് 21-ാം നൂറ്റാണ്ടാ കുഞ്ഞാപ്പു. എന്തിനാ എത്ര പേടിക്കുന്നത്? അല്ലെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തിനാ ഒരു ഫോർമാലിറ്റി? ഫാത്തിമ എന്താ പറഞ്ഞു? ഒന്നുകൂടെ പറഞ്ഞേ. എന്തേ, കുട്ടിക്ക് കുഞ്ഞാപ്പൂനെ അറിയില്ല. കാര്യം പോലീസ് കേസ് അലമ്പൊക്കെ ഉണ്ടാക്കുമെങ്കിലും കുഞ്ഞാപ്പൂന്റെ മോറൽ സൈഡ് പെർഫെക്റ്റ്. ഇത് വല്ലതും ആ റസി അറിഞ്ഞാ കുട്ടി എന്ത് കരുതും? പിന്നെ കുഞ്ഞാപ്പു ഓളെ കെട്ടി കണ്ണാടി കൂട്ടി ഫ്രെയിം ചെയ്ത് വെക്കാൻ പോവാ. ആരെ കെട്ടി? റസിയെ കെട്ടി. അത് റസിയല്ലേ? അതിനിടയ്ക്ക് ഇതിനെന്താ കാര്യം? കെട്ടാൻ പോകുന്ന പെണ്ണിന് എന്താ കാര്യം? പിന്നെ ഫാത്തിമ, ഞാൻ കെട്ടാൻ പോകുന്ന റസിയല്ലേ, ഈ കുട്ടിയല്ലോ. ഇതാണ് റസിയ. ഇതല്ല റസിയ. എന്റെ കുഞ്ഞാപ്പു, ഇതാണ് റസിയ. കുഞ്ഞാപ്പു കെട്ടാൻ പോകുന്ന പെണ്ണ്. അപ്പൊ ശരിക്കുള്ള റസിയ? ഇതിന് ശരിയും തെറ്റും ഒന്നുമില്ല. കുഞ്ഞാപ്പു എന്നോട് വന്ന് ചോദിച്ചത് ഈ കുട്ടിയുടെ കാര്യം, ഞാൻ പറഞ്ഞത് ഈ കുട്ടിയുടെ കാര്യം. റസിയ, മാടഞ്ചേരി ഹൗസ്, താനൂർ, മലപ്പുറം. എന്തേ? എനിക്ക് മനസ്സിലായി. ഫാത്തിമ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇങ്ങനെ വെറുക്കനെ ഓരോരുത്തരെ മക്കാറാക്കും. ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഇനി ശരിക്കുള്ള റസിയ വിളിക്കും. ശരിക്കുള്ള റസിയ ദാ ഈ കുട്ടിയാണ്. ആ കുട്ടി. ഇതാണോ കുഞ്ഞാപ്പു പറഞ്ഞ പെൺകുട്ടി? അതെ, ഇതാണ് ഞാൻ കണ്ട റസിയ. അയ്യോ കുഞ്ഞാപ്പു, ഇത് റസിയല്ല, സുനന്ദ നായർ. കുഞ്ഞാപ്പുന് തെറ്റിയതാ. ഓള് ഞങ്ങളുടെ കോളേജിലെ ഒപ്പന ട്രൂപ്പിലുള്ളതാ. അന്ന് വീട്ടിൽ വന്നപ്പോ തട്ടൊക്കെ ഇട്ട് ഒപ്പന കളിക്കാൻ കൂടിയെന്നേ ഉള്ളൂ. അത് കണ്ട്. അപ്പോ മുസ്ലിം കുട്ടി അല്ലല്ലേ? അല്ല, നല്ല നായര് കുട്ടിയാ.